ഈ മാധവന്റെ വീട് എവിടെയാ? ഈ പാലം കഴിഞ്ഞ് തിരിഞ്ഞിടുന്ന വലത്തോട്ടേക്ക്. ഹലോ, ഇല്ല, ഇന്ന് എത്തുന്ന വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്താടോ? അയ്യോ, എപ്പോ? ദൈവമേ, ഉവ്വ്, വിളിച്ചാൽ ഞാൻ പറയാം. ഏത് ഹോസ്പിറ്റലിലാ? എന്തൊരു കാര്യം പറഞ്ഞിട്ടൊരു കാര്യം. രക്ഷപ്പെടാൻ സാധ്യത കുറവാന്നാ ഡോക്ടർമാർ പറയുന്നത്. എന്നാലും ഈ മാധവട്ടൻ ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം? അതെ, 3-4 ദിവസം കഴിഞ്ഞ മോളെ കല്യാണല്ലേ. നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആളാ. ഒരു കാരണമില്ലാണ്ട് മരിച്ചകളെ നോക്കാന്ന് പറഞ്ഞാല് കല്യാണം നിശ്ചയിച്ച മൂക്ക് വല്ല എന്തെന്നാ ഇതിപ്പോ കാന്ന് കേട്ടാ കാക്കാന്ന് പറയുന്ന എൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ. അമ്മയില്ലാണ്ട് മാധവട്ടം വളർത്തിയ കുട്ടിയാ. ഓറ് വരയ്ക്കുന്ന വരേൻ്റെ അപ്പുറത്തേക്ക് ഓള് പോവില്ല. ഞാൻ നോക്കിയിട്ട് അതിനൊരു കാരണവും കാണുന്നില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയുന്ന വല്ല കാരണമുണ്ട് അത് പറയും സീതരേട്ടാ. കാരണമൊക്കെ ഉണ്ടടാ, ഒരൊന്നൊന്നര കാരണം. പറഞ്ഞു പറഞ്ഞു ദിവസം എടുത്തില്ലേ? കല്യാണൊക്കെ വിളിച്ചു തുടങ്ങിയോ? ഇല്ല, ആദ്യത്തെ ക്ഷണക്കത്തിൽ തന്നെ ഇവിടെ നിന്നാകാന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇതിലും വലിയ ബന്ധം ഏതാ? മോളെ, കത്ത് കൊടുക്ക. ഇവളുടെ അമ്മയുടെ മുറിച്ച മുറിയാ. ഇതൊന്നും കാണാനുള്ള ഭാഗ്യേ അവക്കില്ലാതെ പോയി. സാവിത്രിയുടെ വലിയ ആഗ്രഹമായിരുന്നു. അതൊക്കെ ഒരു കാലം. അതൊക്കെ ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. പ്രേമൻ ഇവിടെ ഇല്ലേ? അവ മോളിലുണ്ട്, ഞാൻ വിളിക്കാം. പ്രേമാ, ഓ നീ ഇങ്ങ് വന്നേ. മാധവേട്ടാ, മോളെ കത്ത് തന്നാൽ മാത്രം പോരാ, നേരിട്ട് വിളിക്കണം. ഇത്രാം തീയതി ഇന്ന മുഹൂർത്തത്തിൽ എൻ്റെ കല്യാണം, തലേന്നേ വരണം. നീ വെറുതെ അവളെ കളിയാക്കല്ലടാ. കല്യാണക്കത്ത് നേരിട്ട് തരാൻ വന്നതാ അവള്. എത്ര വേഗത്തിലാ കാലം പോകുന്നത് അല്ലേ? നിങ്ങൾ സംസാരിക്കേ. മോളിങ് വന്നേ. മാധവേട്ടാ, അല്ല പന്തലുകാരെയും പാചകക്കാരെയൊക്കെ ഏൽപ്പിച്ചിരുന്നോ? 1500 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ, അല്ല മാധവേട്ടൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അത് അധികമൊന്നുമല്ല. എന്നാലും അത് വേണം പ്രേമ. മരിച്ചുപോയ അവളുടെ അമ്മയുടെ ആഗ്രഹം. മുറ്റം നിറയെ പന്തല്, നാടടച്ച ആൾക്കാരെ വിളിച്ചുള്ള സദ്യ. എനിക്കൊന്നല്ലേ ഉള്ളൂ പ്രേമ. കേമായിട്ട് എന്നെ നടത്തണം. മുമ്പിൽ പ്രേമനുണ്ടാവണം. എനിക്കതൊരു ധൈര്യ. അടുത്ത ആഴ്ച ഒരു വിദേശയാത്ര ഉണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ബിസിനസിൻ്റെ കാര്യത്തിന്. മാധവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഞാനിങ്ങെത്തിക്കോളും. ആവൂ, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായി. മാധവേട്ടാ, മെനഞ്ഞാന്ന് കണ്ടപ്പോൾ എന്തോ ബാങ്കിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അതെന്തായി? അതൊക്കെ നടക്കും പ്രേമ. ലോണ് തരാമെന്ന് ബാങ്കുകാർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ ആ ബാങ്കിൻ്റെ സ്ഥാപക മെമ്പറല്ലേ. അടുത്ത ആഴ്ച ബോർഡ് മീറ്റിംഗാ, അതിലവർ പാസ്സാക്കും. അത് ഉറപ്പാ. എന്റെ മാമ പലതവണ ഈ ലോണൊന്നും എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ മോളുടെ കല്യാണം ഈ കല്ലേരിക്കരയിൽ ഒരു ആഘോഷമാക്കി നടത്തണം, അല്ലേ പ്രേമ? അതെ. മനസ്സില്ല, ഈ നാണു നമ്പ്യാർക്കും മനസ്സില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലെന്ന് നിങ്ങളെ ബാങ്ക് പ്രസിഡന്റിനോടൊന്ന് പറഞ്ഞേക്ക്. അത് ഇങ്ങനെ തന്നെ നേരിട്ട് പറഞ്ഞാൽ പോരാണോ പേരെ? എനിക്ക് പേടിയൊന്നുമില്ല. ഈ ബാങ്കിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ 2-3 വോട്ടിന് തോറ്റിക്ക്. പക്ഷെ എന്റെ ഈർക്കിൾ പാർട്ടിക്ക് 2 ബോർഡ് മെമ്പർമാരുണ്ട്. ഞാനൊന്ന് മൂളിയാ മതി, ഇവർ 2 ആളും പിന്തുണ പിൻവലിക്കും.
പിന്നെ ബാങ്ക് പ്രസിഡന്റ് പ്രതിപക്ഷത്താ ഇല്ലടോ? ആ ഞാക്കിനാളെ നേതാവ് പറയാൻ പോലും പിന്നെ അല്ലാണ്ട് ഞങ്ങളങ്ങ് പോകും. ആ. ഇതൊക്കെ വെറും മാനേജറാ എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ ഒരു ഉദ്യോഗസ്ഥനല്ലേ. നിങ്ങളോട് പറഞ്ഞാലും ഓലെടുത്തെത്തുമെന്ന് എനിക്കറിയാം. ചുരുക്കി പറഞ്ഞ അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ ആൾക്ക് ലോൺ കൊടുക്കണം, അല്ലെങ്കിൽ അപ്പ കാണാം. എന്നാ പിന്നെ ആയിക്കോട്ടെ, ശരി. ഇതാരും മാധവട്ടനോ? പിന്നെ എന്തൊക്കെയുണ്ട് മാധവട്ട വിശേഷങ്ങള്? മോളുടെ കല്യാണമൊക്കെ ക്ഷണിക്കാൻ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നാലും വന്നില്ലെങ്കിലും ഞാനങ്ങെത്തും. ഓഹോ, മാധവട്ടന് എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ഇല്ലേ മെമ്പറെ? മാധവട്ടനും ഇപ്പൊ കല്യാണം നിശ്ചയിച്ച പെണ്ണും ബാങ്ക് തിരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചവരാ. അല്ലാമ്പേരെ അതിപ്പോ ആ, അതൊക്കെ ആരും മനസ്സിൽ വെക്കുന്നത്? അത് രാഷ്ട്രീയം. ജനനവും മരണവും കല്യാണവും ഒക്കെ വ്യക്തിപരം. ആ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ആ, നിങ്ങൾ ഇരിക്കും മാധവേട്ടാ. അല്ല, എന്റെ കാര്യം എന്തായി? മാധവേട്ട ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആ. 25-ാം തീയതിയിലെ വിവാഹം അതെ. ആണെങ്കിൽ 18-ാം തീയതി ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ. മീറ്റിംഗ് പാസ്സായ, അല്ല സകല ഡോക്യുമെന്റ്സ് കൊടുത്തതല്ലേ, ഉവ്വ്. പാസ്സാവും. ഹാ, ഹാ. ആ 19 ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളെ പൈസ നിങ്ങളെ കൈ കിട്ടിയിരിക്കും. ആവൂ, ആശ്വാസായി. ആതിരമലരിന് ആലിലത്താലിയും മംഗല്യപ്പുടവയും നെയ്തൊരിയച്ഛൻ കണ്ണായ കനവിനെ കണ്ണോടു ചേർത്തൊര അച്ഛൻ്റെ കരളിന് കല്യാണ നാട്. ആ, പറഞ്ഞതിൻ്റെ തൊട്ട് കുറ്റിപ്പുറത്തുനിന്ന് കമലാക്ഷി മക്കളും വരുന്നുണ്ട് സയ്യര. ഇനി ടൗണിൽ ഏതെങ്കിലും ലോഡ്ജിൽ 3-4 മുറി വെക്കുകയാണ്. ഓ അതൊക്കെ ശരിയാക്കാന്ന്. ആ അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോവില്ലേ? ഓ ഒരു കുഴപ്പമില്ല, ഒക്കെ ശരിയാവും. അച്ഛാ, ആ, ബാങ്കിൽ നിന്ന് ഒരു ഫോൺ ഉണ്ട്. അതെയാ? ആവു, ലോണ് പാസ്സായിക്കുണ്ടാവും. ഓ അച്ഛാ, ഇതാ വരുന്ന്. എന്തെന്നാ ഭാസ്കര, ഇനി എത്ര നേരായത്? ദാ. ഹലോ, എന്താ സാർ? ഏ, എന്താ അച്ഛാ? ഈ നേതാവിന്റെ ഒരു കാര്യം. ഞായറാഴ്ച വീട്ടിലോട്ട് പോവാം. തിരുവള്ളൂരിൽ നിന്ന് തന്നെ ഇങ്ങോട്ടും. ഇവിടുത്തെ മാനേജറായ പവിത്രനെ അങ്ങോട്ടും സ്ഥലം മാറ്റിയാണ്. ഒന്നാമതൊരു ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കി തരാട്ടോ. ബാങ്ക് തിരഞ്ഞെടുപ്പ് തോറ്റുപോയെങ്കിലും എനിക്ക് ബാങ്കിലുള്ള സ്വാധീനം സുമതിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഓ, മനസ്സിലായേ. ഇനിയാണ് നമ്മുടെ കളി. സെന്റിന് 50,000 വിലയുള്ള സ്ഥലം 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ ബാങ്കിൽ പണയം വെക്കും. മുക്കുപണ്ടം പണയം വെച്ച് ആ പണം പലിശക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കും. അങ്ങനെ എന്റെ ജോലിയും പോയി കിട്ടും. നിനക്ക് ഞാനില്ലേ? എപ്പോഴും ഉണ്ടായാ മതി. അതെ, ആരാ? മാനേജർ പവിത്രേ. അയാൾ തിരുവള്ളൂരിലേക്ക് മാറി. ഇപ്പൊ ഞാൻ അവിടുത്തെ മാനേജർ. എന്താ? മോളെ കല്യാണത്തിന്റെ ആവശ്യത്തിന് ലോണിന് അപേക്ഷ കൊടുത്തിരുന്നു. അത് ഇന്ന് പാസ്സാക്കി തരാന്നാ പറഞ്ഞേ. എന്താ പേര്? മാധവൻ. ഇരിക്കൂ. ആ, ക്ഷമിക്കണം, നിങ്ങളുടെ ലോൺ പാസ്സായിട്ടില്ല. ഇതെന്തായി പറയുന്നത്? എന്റെ മോളുടെ കല്യാണത്തിന് ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. പണത്തിൽ ഞാൻ എങ്ങോട്ടാ പോവാ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ബോർഡ് മീറ്റിംഗിലാണ് ലോൺ പാസ്സാക്കുക. അതെന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചത്. അതെ, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ കുറച്ച് രേഖകളൊക്കെ ഇവിടെ കൊണ്ട് തരണം. അതൊന്നുമില്ലാതെ പാസ്സാക്കാൻ ബാങ്കിലെ പണം ഞങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നല്ല. രേഖകളൊക്കെ ഞാൻ കൊടുത്തല്ലേ? തന്നിട്ടുണ്ട്. ഇതെല്ലാം അലിഞ്ഞു പോയോ?
ഞാൻ തന്നെ കടലാസൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. ദേ ഇതുപോലൊരിക്കൽ എന്റെ മനസ്സ് പിടച്ചതാ. കടലാസ് ബാങ്ക് തെരഞ്ഞെടുപ്പ് ഞാൻ തോറ്റപ്പോ ആരൊക്കെയോ എന്റെ വീട്ടിന് മുമ്പിൽ വന്ന് പടക്കം പൊട്ടിച്ച് കൊടുത്ത കൊല്ലത്തും കിട്ടും മാധവ. ഞാൻ തന്നെ കടലാസ് കേടിയാ ചോദിച്ചത്. എന്റെ മോടെ കല്യാണം നശിപ്പിച്ച കുരിപ്പുകളെ കുയിച്ചിട്ട് പൊട്ടലാക്ക. എന്താ മാധവട്ട, എന്ത് പറ്റി? മാധവട്ട എന്താ? എന്താ മാധവട്ട, പറ. എന്താ പറ, എന്ത് പറ്റി മാധവട്ട? എന്തിനാ കരയുന്നേ? എന്റെ മോളുടെ കല്യാണം. മാധവട്ട കരയല്ലേ, പറ മാധവട്ട. ബാങ്കിൽ നിന്ന് ലോൺ തരൂല പറഞ്ഞു. എന്താ മാധവട്ട കരയല്ലേ? ജീവിതം മടുത്തു. സാരില്ല, വാ വാ മാധവട്ട, ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങനെയായാലോ മാധവട്ടൻ? സാരില്ല, പോട്ടെ, സാരില്ല. അച്ഛൻ തോറ്റുപോയി മോളെ, ശരിക്കും തോറ്റുപോയി. മോള് മോളച്ഛനെ ശപിക്കരുത്. മാധവട്ട, 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 മോളെ അച്ഛൻ അച്ഛനകത്തുണ്ട്. ഒന്ന് വിളിക്കോ? അച്ഛാ, 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 നിങ്ങള് വാതിലുറക്കച്ചാ. ഇങ്ങനത്തെ പണിയാ മാധവട്ട കാണിച്ചത്? എന്ത് കഷ്ടം! മോളെ, എന്ത് പണിയാ മാധവ് നീ കാണിച്ചേ? മോള് കരയണ്ട കേട്ടോ. എന്നോട് ക്ഷമിക്കണം. തോൽപ്പിക്കുന്ന ലോകത്തെ തോറ്റു കൊടുക്കല്ല വേണ്ടത് മാധവ. നെഞ്ചു മിരിച്ച് നിൽക്കണം. വന്നാലേ കാണാന്നും പറഞ്ഞു. നമ്മൾ പോയാ നമുക്ക് പോയി മാധവ. എന്റെ മിന്നുവിന്റെ അത് നടക്കും മാധവ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. ഇവക്കുള്ള സ്വർണ്ണമൊക്കെ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ മാധവേട്ട, കല്യാണത്തിന് വേണ്ട സകല ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. മാധവേട്ടൻ സന്തോഷത്തോടു കൂടി കല്യാണപ്പന്തലിൽ നിന്നാൽ മാത്രം മതി. അല്ലേ ശ്രീധര? പിന്നല്ലാണ്ട്. ഞാനിതെങ്ങനെയാ പ്രേമങ്ങളോട്? അതെ, ചാവാനും ചാടാനും ഒന്നും നിൽക്കണ്ട. തരുന്നത് കടായിട്ടാ. പരീക്ഷ അടക്കം തിരിച്ചു വന്നോണം. അല്ല മിനുട്ടി? അമ്മയൊന്നിറങ്ങി, ഒരു കാര്യം പറയാനുണ്ട്. അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ? എന്താ മോനെ? നമുക്കൊരു ബാങ്ക് തുടങ്ങിയാലോ? മാധവേട്ടന് സംഭവിച്ച പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ. ആവുന്ന കാലത്ത് കുറച്ച് സമ്പാദ്യം ചേർത്ത് വയ്ക്കാനും ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാനും ഒരുത്തൻ്റെയും ഔദാര്യത്തിനും ശുപാർശയ്ക്കും കാത്തു നിൽക്കേണ്ടാത്തൊരു ബാങ്ക്. ഒരു സുതാര്യമായ ബാങ്ക്. കേട്ടാൽ ചിലപ്പോൾ ആളുകൾ പരിഹസിക്കുകയായിരിക്കും. എൻ്റെ മോൻ പ്രേംകുമാറിനെ ഈ അമ്മയ്ക്കറിയാം. ഉറച്ച മനസ്സോടെ ഒന്ന് ഇറങ്ങി പുറപ്പെട്ട നീ വിജയിച്ചേ മടങ്ങൂ. എന്നാൽ ഞാൻ എൻ്റെ സ്വപ്നമായി ഇറങ്ങട്ടെ അമ്മേ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. എൻ്റെ മോൻ്റെ സ്വപ്നത്തിന്
അമ്മയുടേതാകട്ടെ ആദ്യത്തെ നിക്ഷേപം. ഉം. ഈ മഹാന് ജന്മം നൽകിയ അമ്മേ, അന്ന് മകന്റെ കയ്യിലേൽപ്പിച്ച BLMന്റെ പാഥേയം ഇന്ന് സഹസ്രങ്ങളായി പടർന്നു പന്തലിച്ച് ലക്ഷങ്ങളുടെ ബോധിവൃക്ഷത്തണലായി മാറിയിരിക്കുന്നു. നെഞ്ചുറപ്പോടെ ഇറങ്ങിത്തിരിച്ചപ്പോൾ ചരിത്രം പുതിയൊരു സാമ്പത്തിക അധ്യായം എഴുതി ചേർത്തു. BLM സൂര്യനായി സൂര്യബിംബമാ, ജ്വാലയായി അഗ്നിജ്വാലയാ, ഭൂമിയിൽ ഉദിച്ചു വന്ന സൂര്യനാണു നീ, ഭൂമിയിൽ വെളിച്ചമേകും സൂര്യനാണു നീ, കനലെരിയും ജീവിതത്തിൽ തെന്നലാണ് നീ, ഇരുളുകീറി മണ്ണിൽ വന്ന ദീപമാണ് നീ. സൂര്യനായി സൂര്യബിംബമാ, ജ്വാലയായി അഗ്നിജ്വാലയാ.